കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം ദാഹത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഹല്ലേലൂയ, നൽകണമേ, ഹല്ലേലൂയ, ശക്തി അഭിഷേകം നൽകണമേ, ബലഹീനതകളിൽ ശക്തി പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നമ്മൾ പാടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് പാടിയത്? ആരും പാടിയില്ലേ? ഗായകൻ മാത്രമേ പാടിയുള്ളൂ. തീ പോലെ ഇറങ്ങണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ പാടുന്നത്? ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാം വാക്യം. ഹെബ്രായർ 12:29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? ദഹിപ്പിക്കുന്ന. അടുത്തിരിക്കുന്നവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറഞ്ഞ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന. ഒരിക്കൽ കൂടി, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആരെ ദഹിപ്പിക്കും? എന്തിനെ ദഹിപ്പിക്കും? മനുഷ്യനെയാണോ ദഹിപ്പിക്കുന്നത്? പറ. വചനം കേട്ടാൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മിലെ തിന്മകളെ, പാപങ്ങളെ എല്ലാം ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലെ മുള്ളുകളെ, മറ്റുള്ളവർ കുത്തി മുറിപ്പെടുത്തിയ മുറിവുകളെ, അല്ലേ, നമ്മുടെ മുള്ളുകളെ ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പൊ എന്നിലെ ദൈവത്തിലേക്ക് അടുക്കുവാൻ തടസ്സമായതെല്ലാം ദൈവം ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. എന്നിലെ പാപവും അശുദ്ധിയും ആസക്തിയും വെറുപ്പും വിദ്വേഷവും ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കാര്യമാണോ? പ്രാർത്ഥനയ്ക്ക് തടസ്സമായതിനെല്ലാം ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ 66:15. യെശയ്യാ 66:15. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അപ്പോൾ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, അഗ്നിയിൽ എഴുന്നള്ളണമേ. ഈ സമൂഹത്തിലേക്ക്, എന്നിലേക്ക് അഗ്നി അയക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അങ്ങ് ആഗ്രഹിക്കാത്തതെല്ലാം എന്നിൽ നിന്നും ദഹിപ്പിച്ചു കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളിയാൽ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒത്തിരി പേരുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, കണ്ണീരുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ വിലപിക്കുകയാണ് ചിലര്, അല്ലേ? ഇല്ല അല്ലേ? അങ്ങനെ അങ്ങ് തുറന്നു പറയാൻ പറ്റുമോ? അല്ലേ? കർത്താവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറുസലേമിൽ നമ്മൾ വസിക്കണം. അതിനങ്ങ് പോണോ? ജെറുസലേം ദൈവത്തിൻ്റെ പട്ടണമാണ്. ജെറുസലേം ദൈവത്തിൻ്റെ ആലയമാണ്. ജെറുസലേം ഞാനാണ്, എൻ്റെ ഹൃദയമാണ്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ദൈവമക്കളെ, ജെറുസലേമിൽ വസിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരണം. പ്രൈസ് ദി ലോർഡ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്കാണ് കർത്താവ് തൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിനെ വർഷിക്കുക. അപ്പോൾ വിലാപദിനങ്ങൾ അവസാനിക്കും, കരച്ചിലൊക്കെ നിന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ കർത്താവ് ആദ്യമായി തന്ന തിരുവചനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ എഴുതിയിടാം. എന്നിട്ട് ഈ പാട്ട് ഇനി എവിടെ പാടുമ്പോഴും ഓർക്കണം, ഈ വചനങ്ങൾ ഓർക്കണം. എന്നിട്ട് തീ പോലെ ഇറങ്ങണമേ എന്ന് പാടണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമുയർത്തി എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബർഗസീറ, 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 ബർഗസീറ. ഓരോ മക്കളിലേക്കും കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ, നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. 3 യോഹന്നാൻ 1:2. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? 3 യോഹന്നാന്മാർ ഒന്നിച്ചു കൂടി എന്നാണോ? യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. മൈക്കൊക്കെ ആയിട്ട് റെഡിയായിരിക്കും. എന്നങ്ങ് വായിച്ച്. കർത്താവ് നമ്മളെ വിളിക്കുക വാത്സല്യഭാജനമേ. എന്തെന്നാ വിളിക്കുന്നത്? എന്താ അതിനർത്ഥം? എൻ്റെ ചക്കരക്കുട്ടി. വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ കർത്താവേ, മക്കളോട് സ്നേഹമില്ലേ? വിളിക്കാറില്ല അങ്ങനെ? ഉവ്വ, ഒരമ്മ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരോ വിളിക്കാൻ ആലോചിക്കുക. എന്നാൽ കർത്താവ് നമ്മളെ വിളിക്കുക. വായിച്ചോ. 3 യോഹന്നാൻ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ലേഖനം. യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. 1-ാം അധ്യായം 2-ാം വാക്യം. വാത്സല്യഭാജനമേ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം. ഏതാ? മാറിപ്പോയല്ലോ. സുവിശേഷമല്ല, യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, സുവിശേഷമല്ല. 1-ാം അധ്യായം 2-ാം വാക്യം. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥന? യോഹന്നാന്റെ പ്രാർത്ഥന എന്താണ്? കർത്താവ് വിളിച്ചതറിയാം. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്. അപ്പോൾ ഓരോ മക്കളും ദൈവത്തിൻ്റെ വാത്സല്യഭാജനമാണ്. അത് മനസ്സിലാക്കി വിളിക്കുകയാണ് വാത്സല്യഭാജനമേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവം വിളിക്കുകയാണ് അങ്ങനെ. എന്നിട്ട് എന്താ പറയുന്നത്? നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ. ആത്മാവ് ഏതവസ്ഥയിലാണ്? എന്താ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി എന്ന് പറഞ്ഞാൽ? എന്താണത്? സുഖമാണോ എന്ന് ചോദിക്കില്ലേ? അതെന്ത് സുഖമാണെന്ന് തട്ടിമുട്ടി പറയും, സുഖമല്ലെങ്കിലും. ഇവിടെ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ. എന്താ ഇതിനർത്ഥം? ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അവസ്ഥയാണ് ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി. ഇനി നെഞ്ചത്തെ കൈവച്ചൊന്ന് ചോദിച്ച്, ഞാനിപ്പോൾ മരിച്ചാൽ സ്വർഗത്തിലെത്തുമോ? എത്ര പേരുണ്ട്? കരമുയർത്താം കർത്താവിൻ്റെ മുമ്പിലേക്ക്. എല്ലാ മുട്ടും മടങ്ങും എന്ന് പറഞ്ഞ കണക്ക് എല്ലാ കൈയും പൊങ്ങിയിട്ടുണ്ട് അല്ലേ? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം ജപമാല ചൊല്ലി, എന്നിട്ട് ഈ ഒരു ഉറപ്പില്ല. ഈ കുറിപ്പിൻ്റെ ഉറപ്പുമായിട്ട് നമ്മൾ എന്തിനു ജീവിക്കണേ? അപ്പോൾ ആത്മാവ് ക്ഷേമസ്ഥിതിയിലല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാനല്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാപമോചനം ലഭിച്ച ആത്മാവ്, പാപക്ഷമ ലഭിച്ച ആത്മാവ്, പരിശുദ്ധാത്മാവ് സ്വന്തം ആത്മാവോട് ചേരണം. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയണം. അതിന് എൻ്റെ പാപങ്ങൾ നീങ്ങണം, എന്നിലെ വെറുപ്പ് വിദ്വേഷങ്ങൾ മാറണം, ദൈവഹിതമനുസരിച്ച് ജീവിക്കണം. അപ്പോൾ എൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകും. ഹല്ലേലൂയ. ഈശോ ഈ ഭൂമിയിൽ വന്നത് പാപപരിഹാരത്തിനായിട്ടാണ്. പാപപരിഹാര ബലിയാണ് ഈശോ. ഈശോയുടെ പാപപരിഹാര ബലി കുരിശുമരണത്തിൽ നിന്നും എനിക്ക് പാപമോചനവും പാപക്ഷമയും കിട്ടി. എൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ ദൈവം വിളിച്ചു വാത്സല്യഭാജനമേ. എന്തോ നമ്മളൊക്കെ വിളി കേട്ടു. ഇനി ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകണം, എന്നാലേ അടുത്തതിലേക്ക് കടക്കാൻ പറ്റൂ. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്ന പോലെ തന്നെ മൂന്നാമത് എന്താ പറഞ്ഞേ? നിനക്കെല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകട്ടെ. ഇതാഗ്രഹിച്ചല്ലേ നമ്മൾ വന്നേ. ബിസിനസ്സിൽ വിജയം വേണം, ഐശ്വര്യം വേണം. ഭവനത്തിൽ ഐശ്വര്യം വേണം. വേണോ? ആരും പറയുന്നില്ല കർത്താവേ. അപ്പം ആഗ്രഹമില്ലെങ്കിൽ പിന്നെ അത് നിർത്താം.
വേണം. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം. ഒരു കാര്യത്തിന് മാത്രമാണോ? അല്ല, എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ 0 ആയിരുന്നു ഞാൻ. ഹിന്ദുവായി ജനിച്ച് അമ്പലങ്ങളും ആൽത്തറകളുമായി ജീവിച്ച് യുവാവായപ്പോൾ വിവാഹിതനായി. എന്നാൽ ഞാൻ യുക്തിവാദിയായി മാറി. ആ അവസ്ഥയിൽ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ആ ദുഃഖത്തിൽ മദ്യപിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം കൈവിട്ടുപോയി. ഒടുവിൽ കുഞ്ഞില്ലാത്ത ദുഃഖത്തിൽ മദ്യപിച്ച് തകർന്ന് മരിക്കാൻ ഞാൻ തയ്യാറായി. മരിച്ചേക്കാം, എൻ്റെ ഭാര്യ രക്ഷപ്പെടട്ടെ, എനിക്കാണ് പ്രശ്നം. എന്നാൽ മരണശ്രമം പരാജയപ്പെട്ടു. മരിക്കാൻ പേടിയാണ്, എങ്ങനെ മരിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടന്നു. മരണശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ വേദനിച്ച് ഹൃദയം നുറുങ്ങി കഴിയുമ്പോഴാണ് ഒരു പ്രേക്ഷിതൻ എന്നെ സമീപിച്ച്, കുഞ്ഞില്ല എന്നും പറഞ്ഞ് കുടിച്ച് നശിക്കേണ്ടവനല്ല നീ, കടബാധ്യതയിലാണെന്നും പറഞ്ഞ് ഒരു മുഴം കയറുമെടുത്ത് മാവിൻ കൊമ്പിലേക്ക് കയറേണ്ടവനല്ല നീ. നീ അറിഞ്ഞതും നീ പോയതും നീ തിരിഞ്ഞതുമൊന്നും ദൈവമല്ല. 4 വർഷം ശബരിമല യാത്ര, അമ്പലങ്ങളിലൂടെ ക്ഷേത്രങ്ങളിലൂടെ തീർത്ഥാടനം, ഇങ്ങനെ പലതരത്തിലും ജാതകം, കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം ദൈവികമാണെന്ന് കരുതി പോയവനാണ്. അപ്പോൾ നീ തിരഞ്ഞതൊന്നും ദൈവികമല്ല, നീ എൻ്റെ കൂടെ വരിക, സത്യദൈവത്തെ പരിചയപ്പെടാം, ഒരു ധ്യാനം കൂടുക. അങ്ങനെ 91 ജനുവരി 6-ാം തീയതി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ എത്തി. അവിടെ ഈശോ എനിക്ക് ദർശനമരുളി എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ നിനക്ക് കുഞ്ഞിനെ തരുന്നു. ഇനി നീ എനിക്ക് വേണ്ടി ജീവിക്കുക, എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം. 3 വട്ടം കർത്താവ് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടു, യേശുവിൽ വിശ്വസിച്ചു, എൻ്റെ ജീവിതം മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാനം കൂടി പിറ്റേ മാസം തന്നെ ദൈവകൃപയാൽ ഭാര്യ ഗർഭം ധരിച്ചു. ദൈവം ഞങ്ങൾക്ക് ദാനമായി ഒരു മകളെ നൽകി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണദേവ് സെബാസ്റ്റ്യനായി മാറി. ജ്ഞാനസ്നാനം സ്വീകരിച്ചു, ഞാനും ഭാര്യയും മകളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. 0 ആയിരുന്ന ഞാൻ ഹീറോയുടെ കൂടെ കൂടിയപ്പോൾ എനിക്ക് വിലയുണ്ടായി. ഒന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് കർത്താവ് ഭൂമി തന്നു, വീട് തന്നു, നല്ല ജോലി, റബ്ബർ ബോർഡിൽ ടെമ്പററി ജോലിയുണ്ട്. എന്നെ വിളിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. കുറച്ച് കഴിഞ്ഞ് ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒപ്പിടാൻ പേന എടുക്കുമ്പോൾ വരുന്നത് ഒന്നിൽ യേശുവേ എന്ന് എഴുതും, അല്ലെങ്കിൽ വചനം എഴുതും. യോഹന്നാൻ 10:10. അപ്പോൾ ഭ്രാന്തല്ലേ, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. കാരണം ഈശോ എന്നോട് പറഞ്ഞിരുന്നു, നീ എനിക്ക് വേണ്ടി ജീവിക്കുക, എനിക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാനിച്ച് പോരുമ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം വാങ്ങി നെഞ്ചോട് ചേർത്ത് ഞാൻ പോന്നിരുന്നു. അതെന്നും വായിക്കാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി. ഞാൻ വായിക്കുന്ന വചനമെല്ലാം കർത്താവിൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാതെ സ്വരൂപിച്ച് തരാൻ തുടങ്ങി. അത് പിന്നീട് പ്രഘോഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഇപ്പോഴേ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നല്ല ജോലി കർത്താവ് എനിക്ക് തന്നു. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ELIC. എന്താ LICയാ? LIC ചേർന്നിട്ടുണ്ടോ? LIC എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എത്ര LIC ഉണ്ട്? സ്റ്റാറിലുണ്ട്, അതിലുണ്ട്, ഇതിലുണ്ട്, അല്ലേ? കരുതി വെക്കണ്ടേ? എന്നാൽ ഈ LICയിലാണ് എനിക്ക് ജോലി. എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എറ്റേണൽ ലൈഫ്, നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളെല്ലാം നിത്യജീവനിലേക്ക്, എറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ LICയിൽ ചേർക്കാൻ വന്നതാണ്. അതിനെന്താ ചെയ്യണ്ടേ? ചെയ്യേണ്ടതൊന്നുമില്ല. ഹൃദയം ആകുന്ന വെള്ളപ്പേപ്പർ എടുക്കുക, വിശ്വസിക്കുന്നു, വിശുദ്ധിയിൽ ജീവിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, വെറുപ്പില്ല, സ്നേഹിക്കുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നു. റൈറ്റ്, അങ്ങനെ ആകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് കർത്തൃ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ വേണ്ടതെല്ലാം തന്നു, മോളെ തന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത്ഭുതകരമായി വേണ്ട അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് കിട്ടി. എനിക്ക് തന്നവൻ നിങ്ങൾക്ക് തരില്ലേ? തരുമോ? സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, ബാക്കി പറ,
ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്തെങ്കിലും കുറവുണ്ടാവും? ചിലർ പറയും കുറവുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നില്ല, കണ്ടെത്തിയിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും. ആരെ അന്വേഷിക്കണം? കർത്താവിനാണ് അന്വേഷിക്കേണ്ടത്. എങ്ങനെ അന്വേഷിക്കും? വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങുക, ധ്യാനിക്കാൻ തുടങ്ങുക. വചനത്തിലൂടെ വചനം മാംസം ധരിച്ച ഈശോ നമുക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കേൾക്കുകയായിരുന്നു, വാത്സല്യഭാജനമേ, കർത്താവ് വിളിച്ചു, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം തന്നു. ആത്മീയ ഐശ്വര്യം, ഭൗതിക ഐശ്വര്യം കർത്താവ് തന്നു. ഒരു ബൈക്ക് ഓടിച്ച് നടക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു, മദ്യപിച്ച് തകർന്ന വ്യക്തി. എന്നാൽ കർത്താവ് ബൈക്ക് തന്നു, സ്കൂട്ടർ തന്നു, മോൾക്ക് സ്കൂട്ടി തന്നു. പിന്നെ കാറ് തരേണ്ട സമയത്ത് കാറ് തന്നു. ഇതെല്ലാം വെള്ളത്തിലെ കുമ്പളകളാണ് കേട്ടോ. എനിക്ക് കാറുണ്ടെന്ന് പറയാനല്ല. ഇതൊക്കെ എപ്പോൾ വേണേലും തകർന്നു പോകാം. പക്ഷെ കർത്താവ് തന്നു, അതുകൊണ്ട് കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എടുത്താലും കർത്താവിന് മഹത്വം. എൻ്റെ കർത്താവ് എനിക്ക് എല്ലാം തന്നു. ഇനി എന്ത് വേണം? ഈ ഭൂമിയിൽ ഇനി എനിക്കൊരാഗ്രഹവും ഇല്ല, ഒരാഗ്രഹവും. എന്നാൽ ഇനി നിത്യജീവൻ മാത്രം ലക്ഷ്യം. അതിന് തടസ്സമായതെല്ലാം അറിഞ്ഞ് നീക്കി അങ്ങ് എത്തണമെന്നാണ് ആഗ്രഹം. അങ്ങനെ നിങ്ങളും ആഗ്രഹിക്കണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ, അടുത്ത 4-ാമത്തെ കാര്യം പറയുന്നു, നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കരുത്, ആരോഗ്യവാനായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, ബൗദ്ധിക ആരോഗ്യം, ഇതെല്ലാം നമുക്ക് വേണം. പരിശുദ്ധാത്മാവിലൂടെ ഈ മേഖലകളിലൊക്കെ കർത്താവ് നമ്മെ സുഖപ്പെടുത്തും. നീ ആരോഗ്യവാനായിരിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ അടുത്ത് എത്തുമ്പോൾ, 1, കുട്ടികളുണ്ടായിരുന്നില്ല, ഈശോ അതിനുള്ള കഴിവ് തന്നു, അപ്പോൾ എനിക്ക് ആരോഗ്യം കിട്ടി. 2, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത തലവേദന, വിട്ടുപോകാത്ത തലവേദന ഉണ്ടായിരുന്നു, ഈശോ എന്നെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. പിന്നീട് ആ തലവേദന ഇന്നോളം എനിക്കുണ്ടായിട്ടില്ല. ഈശോയെ അറിഞ്ഞിട്ട് 33 വർഷമായി. ഹല്ലേലൂയ. അപ്പോൾ നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിക്കുകയാണ് ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരായി, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയട്ടെ. യെശയ്യാ 58:9, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ നിലവിളിച്ചപ്പോൾ കർത്താവ് ഉത്തരം തന്നിട്ടുണ്ടോ ഇതുവരെയും? ഒന്ന് കരം ഉയർത്തിക്ക്, ഒന്ന് കരം. അങ്ങനെയുള്ളവരോ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ഈ ചത്ത വീട്ടിൽ പെറുപെറുക്കും പോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെയാണോ ഹല്ലേലൂയ പറയുന്നേ? പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈശോയെ അറിഞ്ഞ് എൻ്റെ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുക. അപ്പോൾ ഭാര്യ ഈശോയെ അറിഞ്ഞിട്ടില്ല. എന്നും രാവിലെ ഹിന്ദുവായി ഞാൻ കുർബാനയ്ക്ക് പോകും. കുർബാന സ്വീകരിക്കില്ല, സ്നാനം സ്വീകരിച്ച ശേഷമാണ് കുർബാന സ്വീകരണം. അപ്പോൾ എന്നും പള്ളിയിൽ പോവും, കുർബാനയിൽ പങ്കെടുക്കും, മടങ്ങി വരും, പിന്നെ ഇരുന്ന് വചനം പഠിക്കുക എന്നല്ല, ഞാൻ വചനം വായിച്ച് ധ്യാനിക്കും. ഇങ്ങനെയാണ് എൻ്റെ ജീവിതചര്യ മുന്നോട്ട് പോയത്. പിന്നീട് ജപമാല ചൊല്ലും. ജപമാല ചൊല്ലി അർപ്പിക്കാൻ പോകുന്ന കുർബാനയിലേക്ക്, കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിലും ആ കാലഘട്ടം എല്ലാ നിയോഗങ്ങളും അർപ്പിക്കും. അപ്പോൾ ഭാര്യ ഒരു ദിവസം പറഞ്ഞു, ദേ ജോലിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ കുത്തിപ്പിടിച്ചിരുന്നോ? ഇന്ന് വൈകുന്നേരത്തേക്കുള്ള അരിയില്ല. പറയുകയാണ്, വൈകുന്നേരത്തേക്കുള്ള അരിയില്ല, ഉപ്പില്ല, സോപ്പില്ല, മുളകില്ല. ഞാനപ്പോൾ ഈശോയുടെ നേരെ നോക്കി, തിരുഹൃദയത്തിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, കേട്ടില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുക എന്ന് നീ പറഞ്ഞു. അപ്പോൾ ജോലി ഉപേക്ഷിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം, അതുകൊണ്ട് ഒരു 200 രൂപ വേണം. നിനക്ക് തരാൻ കഴിയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നത്തെ 200 രൂപ ചായക്കാശല്ലേ?
500 രൂപ കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല, എന്തെങ്കിലും 1-2 കൂട്ടം വാങ്ങി. ഞാൻ അങ്ങനെ ഈശോയുടെ മുഖത്ത് നോക്കി നന്ദി പറഞ്ഞിരിക്കുക. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതലും തരുവാൻ കഴിയുന്ന ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മിലൊരു ശക്തി പ്രവർത്തിക്കണം. ഏത് ശക്തി? പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ശക്തിയാൽ ചോദിക്കുന്നതിലും കൂടുതൽ തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മളായിരിക്കണം. അപ്പോൾ പറഞ്ഞിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് തരാൻ കഴിയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അങ്ങനെ ഇരിക്കും. പെട്ടെന്ന് റോഡ് സൈഡാണ് എൻ്റെ വീട്. അപ്പോൾ ഒരു ബൈക്കിൻ്റെ ഓണടി കേട്ടു നിരന്തരം. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു അപരിചിതൻ നിൽക്കുന്നു. ആളെന്നോട് ചോദിച്ചു, ഇത് രണദേവൻ്റെ വീടല്ലേ? അതെ. ഇങ്ങേരാണോ രണദേവ്? അതെ. അതെ, ആ ചാക്കപ്പൻ സാറ് ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. ചാക്കപ്പൻ സാറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ തടിമില്ല് മുതലാളിയാണ്. അതാണ് ചാക്കപ്പൻ സാറ്. അത്ര എനിക്കറിയുള്ളൂ. ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. എഴുത്ത് തന്നു. എല്ലാം ഇതിലുണ്ടെന്നും പറഞ്ഞ ആൾ പോയി. ഞാൻ ആ എഴുത്ത് കവർ തുറന്ന് വായിച്ചു. പ്രിയപ്പെട്ട രണദേവ്, നിൻ്റെ മാനസാന്തര കഥ ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. മദ്യപിച്ചവൻ മദ്യപിക്കുന്നില്ല, തെറി പറഞ്ഞ് നടന്നവൻ തെറി പറയുന്നില്ല, ഇപ്പോൾ കള്ള് ഷാപ്പിൽ കയറുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി നാട്ടുകാർ പറഞ്ഞെൻ്റെ മാനസാന്തര കഥ കേട്ടിരിക്കുന്നു. കക്കുഴി അച്ഛൻ, മോചനയിലെ കക്കുഴി അച്ഛൻ നിന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അച്ഛനെ ശുശ്രൂഷയിൽ സഹായിക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. അതിനായി നീ എന്നെ ഒന്ന് കാണുക എത്രയും വേഗം, ശേഷം കാഴ്ചയിൽ. ഇതാണ് എഴുത്ത്. ഞാൻ അപ്പോൾ തന്നെ ഡ്രസ്സ് മാറി ഭാര്യയോട് ചോദിച്ചു, എന്തൊക്കെ മേടിക്കണമെന്നാണ് പറഞ്ഞ്? ഇപ്പം മേടിക്കില്ലേ? ഇതാണ് ചോദ്യം. ഞാനപ്പോൾ അവൾ ആദ്യം പറഞ്ഞ ഓർമ്മയിൽ നിന്ന് എഴുതിയെടുത്തു. അരി, ഉപ്പ്, സോപ്പ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എന്ന പോലെ എൻ്റെ പോക്കറ്റിലിട്ടു. ഈശോ ഇതിനുള്ള സമ്പത്ത് തരുന്നതിന് നന്ദി. ചാക്കപ്പൻ സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുവാണ്. പിന്നീട് ചെന്നൈ വഴി അദ്ദേഹം എന്നെ സ്വീകരിച്ചു, ചേർത്ത് നിർത്തി. എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു, സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ നിന്നെക്കുറിച്ച് അറിഞ്ഞു, നീ പോവില്ലേ മോചനയിൽ? പറ്റുമെങ്കിൽ നാളെ പോ. എന്തിനാ? നിൻ്റെ അനുഭവം പറ. ഈശോയെ അറിഞ്ഞില്ലേ? ഈശോ മോളെ തന്നില്ലേ? മദ്യപാനം നിർത്തിയില്ലേ? അതൊക്കെ പറഞ്ഞാൽ മതി. ശരി, പോവാം. അപ്പോൾ ശരി എന്നും പറഞ്ഞ് പിരിയാൻ നേരം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എല്ലാം ഭംഗിയായി പോകുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണം. എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരാവശ്യമില്ല. ആരുടെ നേരെ കൈ നീട്ടിയിട്ടില്ല അതുവരെ. കർത്താവിൻ്റെ നേരെ കൈ നീട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അച്ഛനൊരു എഴുത്ത് തരാമെന്നും പറഞ്ഞ ആൾ അകത്തേക്ക് പോയി അച്ഛനുള്ള എഴുത്ത് കവറിലിട്ട് എൻ്റെ കയ്യിൽ തന്നു. ശരി, നന്ദി പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അച്ഛനുള്ള എഴുത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ കവർ തുറന്നപ്പോൾ ആദ്യം എന്നെ എതിരേറ്റത് ഒരു 500 രൂപയാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചത് എത്രയാ? ഇതാ ഇരട്ടിയിലും മേലെ തുക. ഞാൻ ആ നടുറോഡിൽ നിന്ന് കരഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു, ചോദിച്ചു. ഇതാ, ഇനി വചനത്തിലേക്ക് വരാം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മണിക്കൂറുകളെ ആയിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഉത്തരം തന്നു. ഇതാ ഞാൻ. മറുപടി തന്നത് ചോദ്യത്തിന് ഉത്തരമായിട്ടാ. 200 തരണമേ, 500 തന്നു. അന്ന് കർത്താവ് എൻ്റെ കയ്യിൽ പിടിച്ചതാ. 5 പൈസ ഇല്ലാതിരുന്നപ്പോൾ പിശാച് പ്രലോഭിപ്പിച്ചു. പഴയ കമ്പനികളൊക്കെ അവിടെ ഉണ്ട്, ചീട്ടുകളി സെറ്റുണ്ട്, മദ്യപാന സെൻ്ററുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി, നിനക്ക് കൈനീട്ടി ചോദിച്ചാൽ ഇഷ്ടം പോലെ പണം കിട്ടില്ലേ, കൂട്ടുകാരല്ലേ ഉള്ളത്. കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ പുതിയ കൂട്ടും കൂട്ടായ്മയും തരും. ഹല്ലേലൂയ. അന്ന് കർത്താവ് എൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചു. ആ പിടി ഇന്നും വിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പണപ്പെട്ടി കാലിയായിട്ടില്ല പിന്നീട്. പ്രൈസ് ദി ലോർഡ്. 10 രൂപയെങ്കിലും എൻ്റെ പെട്ടിയിൽ കാണും. കർത്താവ് കൈ പിടിച്ചാൽ അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഈശോയിലേക്ക് സമർപ്പിച്ചു സ്തുതിച്ചോ. കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, സ്തുതി, സ്തുതി.
ഇത് ആദ്യകാല അനുഭവമാണ്. ഏത് 33 വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പടിപടിയായി ഈശോ ചോദിക്കുന്നതൊക്കെ അപ്പോൾ തന്ന് എന്നെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ പഠിപ്പിച്ചു. ഞാൻ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് കോലഞ്ചേരിയിൽ പോവുക. യാക്കോബായ കൂട്ടായ്മയാണ്. ഡിവൈനിൽ വന്ന് ധ്യാനിച്ചു പോകുന്ന യാക്കോബായ കൂട്ടായ്മ. അച്ഛൻ പറഞ്ഞു, അങ്ങനെയുള്ള കൂട്ടായ്മയിൽ പോയിക്കോ. രാത്രി ശുശ്രൂഷയാണ്. രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അവിടെ തങ്ങി, ഒരു വീട്ടിൽ തങ്ങി. പിറ്റേന്ന് രാവിലെ പോരാൻ നേരം ഞാൻ അന്ന് പ്ലാസ്റ്റിക് കൂട്ടിലാണ് ഈശോയെ പൊതിഞ്ഞ് കയ്യിൽ പിടിക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൂട്ടിൽ കർത്താവിനെ പൊതിഞ്ഞ് മാറോട് ചേർത്തപ്പോൾ ആ വീട്ടുടമ ചോദിച്ചു, ബ്രദറെ, ഈ ബൈബിളൊക്കെ കൊണ്ടു നടക്കാൻ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു സൂട്ട് കേസ് നല്ലതല്ലേ? ഞാൻ ആളുടെ മുഖത്തും നോക്കി, നല്ലതാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, കർത്താവേ, എങ്ങനെ സൂട്ട് കേസ് വാങ്ങിക്കാനാണ്? സൂട്ട് കേസിനൊക്കെ നല്ല വിലയാവില്ലേ? ഉടനെ, കർത്താവേ, നിനക്ക് ഇഷ്ടമെങ്കിൽ തരിക എന്ന് പറഞ്ഞു തരുന്നില്ല. ആൾ പറഞ്ഞു, അതേ, കോപ്പറേറ്റീവ് ബാങ്കിലാണ് എനിക്ക് ജോലി. കൂടുതൽ പണമൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് ഞങ്ങൾ സൂട്ട് കേസ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ജീവനക്കാർക്ക് ഓരോന്നുണ്ട്. ഞാൻ ഇന്നലെ പോന്നപ്പോൾ 2 സൂട്ട് കേസ് കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണം ബ്രദറിന് തരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി ആൾ കൊണ്ടുവന്ന് സൂട്ട് കേസ് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം തന്ന് കർത്താവ് വളർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് ഉത്തരം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും ആദ്യ തീക്ഷ്ണത ചിലർക്കൊക്കെ കുറഞ്ഞു പോയിരിക്കുന്നു. ശരിയാണോ? ഉണ്ടല്ല. മൗനം സമ്മതം എന്ന് പറഞ്ഞാൽ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. ഈശോയെ നോക്കിയിട്ട് ചിരിക്കുക. തീക്ഷ്ണതയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, പലർക്കും ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മടിപ്പാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് തിരുവചനത്തിലൂടെ പ്രഭാഷകൻ 7:10 പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പലർക്കും മടുപ്പാണ്. ശരീരം പറയും. ശരീരം എന്താ പറയുന്നേ? അയ്യേ, ഒന്ന് കിടക്കണം. ആത്മാവ് സന്നദ്ധം, ശരീരം ദുർബലം. ഈ ശരീരം ദുർബലമാണ്. ഇവൻ പറയും, ഇത്തിരി നേരം കിടക്കാം, നടക്കാനൊന്നും വയ്യ, ഇരിക്കാം. ബസ്സിൽ കയറി എന്ത് ചെയ്യണം? നിൽക്കാൻ പറ്റുമോ? ശരീരം പറയും ഇരിക്കണം. അപ്പോൾ ദൈന്യതയോടെ നോക്കും. ഏതെങ്കിലും കൊച്ചുമക്കൾക്ക് എഴുന്നേറ്റ് തരും ഇരിക്കാൻ. അപ്പോൾ എല്ലാ മേഖലയിലും ശരീരം ദുർബലം. എന്നാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവോ സന്നദ്ധമാണ്. പ്രാർത്ഥിക്കണം. ആത്മാവ് സന്നദ്ധ, പക്ഷെ ശക്തി വേണ്ടേ? പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തണമേ, നിരന്തരം പ്രാർത്ഥിക്കാൻ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് കർത്താവ് പറയുന്നു. ഈ മടുപ്പ്, അലസത, ക്ഷീണം, തളർച്ച, മന്ദത ഈശോയിലേക്ക് കൊടുത്തിട്ട് ശ്രുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ തന്നെ സമർപ്പിക്കാം. ഈശോയെ, പ്രാർത്ഥനയിലുള്ള എൻ്റെ മടുപ്പ്, അലസത, ക്ഷീണം, തളർച്ച, മന്ദത അങ്ങേക്ക് സമർപ്പിക്കുന്നു. അഗ്നി അഭിഷേകത്താൽ ശക്തിപ്പെടുത്തണമേ. നിരന്തരം പ്രാർത്ഥിക്കാൻ അഭിഷേകം തരണമേ. ദൈവഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ദൈവസ്വരം കേട്ട് പ്രാർത്ഥിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബർഗസിയറ, 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 ബർഗസിയറ. ഫതറാസ്, 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 ഫതറാസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ പ്രാർത്ഥനയിലെ മടുപ്പ് ഈശോ എടുത്ത് മാറ്റുകയാണ്. ഇതിനൊരു അടയാളം. ഒരു സൈഡിൽ തലവേദന ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഈശോ പറയുന്നു. ഒരു സൈഡിൽ തലവേദന ഉണ്ടോ? ഒരു അടയാളം തരികയാണ്. ആ തലവേദന എടുത്ത് മാറ്റി. ഒരുപക്ഷെ ആ സഹോദരിക്കും പ്രാർത്ഥനയിൽ മടുപ്പ് കാണും. ഇഷ്ടമുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്താം. ഉണ്ടോ? ഉണ്ടോ? ആ മടുപ്പ് മാറ്റി, തലവേദനയെ മാറ്റി ഈശോ അനുഗ്രഹിക്കുകയാണ്. ഇരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കാണുന്ന ദൈവം കാണുന്നുണ്ടോ? എല്ലാം കാണുന്ന ദൈവം എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ടോ? ചിലർ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ ആർക്കറിയാം. കർത്താവിന് മുമ്പിൽ നിന്ന് നമ്മൾ എവിടെ പോയി ഒളിക്കും? നമ്മൾ വ്യാപരിക്കുന്നത് കർത്താവിലാണ്, കർത്താവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. മടുപ്പുണ്ടെങ്കിൽ ഉടനെ ഈശോയെ, ഈ മടുപ്പ് നീ അങ്ങ് ഏറ്റെടുക്കുക. എന്നിട്ട് എനിക്കെന്ത് വേണം?
വചനം റോമാലേഖനം 12:12 പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. മടുപ്പല്ല നമുക്ക് വേണ്ടത്. മടുപ്പ് വരും, എനിക്കും വരും, നിങ്ങൾക്കും വരും. പക്ഷേ ആ മടുപ്പ് ഈശോയെ നീ ഏറ്റെടുക്കണമേ, എന്നിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ ശക്തിപ്പെടുത്തണമേ, പ്രാർത്ഥന തീഷ്ണത നൽകണമേ. ഇവിടെ പറയുന്നു റോമാ 12:11 തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് പറയുക, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രാർത്ഥിക്കാം. ഈശോയെ പ്രാർത്ഥനയിൽ സ്ഥിരത നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടോ? എന്നും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 7 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥന സ്ഥിരത. എന്നാൽ ഇതൊക്കെ ഉണ്ടായിരുന്നു മെല്ലെ മെല്ലെ കുറഞ്ഞ് 5 എന്നുള്ളത് 5:15 എഴുന്നേക്കാൻ തുടങ്ങി, 5:30 എഴുന്നേൽക്കാൻ തുടങ്ങി, 5:45 എഴുന്നേൽക്കാൻ തുടങ്ങി. ഇപ്പം എഴുന്നേക്കലും ഇല്ല, പള്ളിയിലും വരുന്നില്ല. സത്യമാണോ? സത്യമല്ല, ഞാൻ വെറുതെ പറയണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥന സ്ഥിരത. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പണികളൊക്കെ ഒതുക്കി ഒരു സമയം കണ്ടെത്തണം. പ്രാർത്ഥന സ്ഥിരത. ഹല്ലേലൂയ. കുടുംബനാഥന്മാരാണെങ്കിലും അതെ, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലേ? ഉണർന്നിരുന്ന 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ പുത്തൻ അഭിഷേകം ലഭിച്ച ശേഷം 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അതല്ലാതെ ആത്മാഭിഷേകം പ്രാപിക്കാതെ ചതഞ്ഞേ എന്നും പറഞ്ഞ 1 മണിക്കൂറല്ല. അപ്പോൾ എൻ്റെ വിശുദ്ധി പരിശോധിക്കണം, അനുദപിക്കണം, സ്നേഹം പരിശോധിക്കണം, വെറുപ്പുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം അനുദപിച്ച് അനുദിന അനുതാപത്തിലൂടെ കർത്താവുമായിട്ട് ഐക്യപ്പെടാൻ തടസ്സമായതെല്ലാം നീക്കി ഞാൻ ഉടനെ കുമ്പസാരിക്കുമെന്ന് വീട്ടിലാണെങ്കിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞ് അരൂപിയുടെ സ്പർശനം എൻ്റെ ആത്മാവിൽ ലഭിക്കുമ്പോൾ പിന്നീടുള്ള പ്രാർത്ഥന തീഷ്ണതയിലായി. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ പ്രൈസ് ദി ലോർഡ് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിക്കണം. അതിനുശേഷം 1 മണിക്കൂർ പ്രാർത്ഥിക്കാനാണ് ഈശോ പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് പ്രാർത്ഥനാ സ്ഥിരതയുണ്ടാവുക. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രാർത്ഥനാ സ്ഥിരതയുണ്ട് എങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായം 5, 7, 12 വാക്യങ്ങളിൽ 3 ബോധ്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പ്രാർത്ഥനാ സ്ഥിരതയുള്ളവർക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ അവിടെ പറയുന്നു. 1 അപ്പസ്തോല പ്രവർത്തനം 11:5 ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. ആരാണ് പറയുന്നത്? പത്രോസ്ലീഹ പറയുകയാണ്. ഞാൻ യോപ്പ നഗരത്തിലായിരുന്നു. നഗരത്തിലാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടോ? പ്രാർത്ഥനാ സ്ഥിരത. ഞാൻ ചാലക്കുടി ചന്തയ്ക്ക് പോയതാ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചന്തയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? യോപ്പ നഗരത്തിൽ ആണ് പത്രോസ്ലീഹ. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിവ്യാനുഭൂതി, ദർശനം. പ്രൈസ് ദി ലോർഡ്. എന്തായതിനർത്ഥം? പ്രാർത്ഥനാ സ്ഥിരതയുള്ളവർക്ക് ദിവ്യാനുഭൂതിയുണ്ട്, ദർശനമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്ഥിരതയുള്ളവർക്ക് ദിവ്യാനുഭൂതി എന്ന് പറഞ്ഞാൽ ദൈവ അനുഭവം. പ്രൈസ് ദി ലോർഡ്. അനുദിന ദൈവാനുഭവത്തിന് പ്രാർത്ഥനാ സ്ഥിരത അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യാനുഭൂതി, ദൈവാനുഭവമുണ്ട്. ഇന്ന് ദൈവം എന്നെ നയിക്കുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. കോവിഡിന് ശേഷം ശുശ്രൂഷകൾ കുറഞ്ഞു, സെൻറ്ററുകളിലൊക്കെ ആളുകൾ കുറഞ്ഞു. ഇപ്പം മെല്ലെ മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ആ അവസ്ഥയിൽ ജോലി അനിവാര്യമായി. കർത്താവെ, എന്തെങ്കിലും ജോലി വേണ്ടേ? ഞാനിവിടെ എൻ്റെ നാടിനടുത്തുള്ള പൂവത്തിങ്കൽ പെട്രോൾ പമ്പിൽ മാനേജരായിട്ട് ജോലിക്ക് കയറി. അപ്പോഴും പറയുന്നു, ഈശോയെ ശുശ്രൂഷയ്ക്ക് തടസ്സമില്ലാത്തൊരു ജോലി തരണം പറഞ്ഞപ്പോൾ
അങ്ങനെ ഒരു ജോലി കർത്താവ് ക്രമീകരിച്ചു നിന്ന് ജോലിക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്കിലും പ്രാർത്ഥനാ സ്ഥിരതയുള്ളത് കൊണ്ട് കർത്താവ് കൂടെ നിന്ന് നയിക്കുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ എനിക്ക് വരാൻ പറ്റി, എനിക്ക് 1 മണിക്ക് ജോലിക്ക് കയറിയാൽ മതി. അപ്പോൾ കർത്താവ് ആ സമയം അറിഞ്ഞ് ആ സമയം നോക്കി ശുശ്രൂഷ ക്രമീകരിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ പ്രാർത്ഥനാ സ്ഥിരതയുള്ളവർക്ക് ദിവ്യാനുഭൂതിയിൽ ദർശനമുണ്ട്, ദൈവാനുഭവമുണ്ട്. ഇതെൻ്റെ പുതിയ ദൈവാനുഭവമാണ്. ഞാൻ പറഞ്ഞു, ശുശ്രൂഷ കിട്ടാതിരിക്കുക കർത്താവേ, അങ്ങനെയാണെങ്കിൽ ജോലി എനിക്ക് വേണ്ട, ശുശ്രൂഷ വിട്ടിട്ട് ജോലി വേണ്ട, ഞാൻ ജോലി ഉപേക്ഷിച്ച് വന്നതല്ല നിനക്ക് വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ജോലി ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. ഇനി ശുശ്രൂഷകൾ കൂടുതൽ കർത്താവ് തരും. അപ്പോൾ ആ ജോലി ഉപേക്ഷിക്കണമെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഇത് പുതിയ ദൈവാനുഭവമാണ്. കർത്താവ് ഇന്ന് എന്നെ നയിക്കുന്നു. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വിളി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവേ, നീ എന്നെ അറിഞ്ഞ്, എൻ്റെ ജീവിതം അറിഞ്ഞ്, എൻ്റെ ജോലി അറിഞ്ഞ് നീ ശുശ്രൂഷ എനിക്ക് തരുന്നു. അത് പുതിയ ദൈവാനുഭവമാണ്. ഹല്ലേലൂയ. ദിവ്യാനുഭൂതിയിൽ ദർശനമുണ്ടായി. അപ്പം അനുദിനം ദൈവം നയിക്കുന്ന അനുഭവമുണ്ടാകും പ്രാർത്ഥനാ സ്ഥിരതയുള്ളവർക്ക്. പിന്നെയോ ദർശനങ്ങളുണ്ടാകും. ദർശനം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്നാണ് അർത്ഥം. ഉള്ളിൽ ബോധ്യങ്ങളുണ്ടാകും, നല്ല ബോധ്യങ്ങൾ, ദൈവിക ബോധ്യങ്ങൾ. കൂടാതെ ദർശനം എന്ന് പറയുമ്പോൾ ദർശനം കാണിക്കും, പ്രതീകം കാണിക്കും. പ്രതീകം കാണിച്ചാൽ അതിനർത്ഥം പരിശുദ്ധാത്മാവ് പകർന്നു തരും. ഹല്ലേലൂയ. അല്ലാതെ ദർശനം, വെറും ദർശനം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ വ്യാഖ്യാനവും അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു രാവിലെ, അപ്പോൾ ഒരു ഫാൻ കണ്ടു. ഫാൻ കണ്ടു, അത് കറങ്ങുന്നില്ല. ഫാൻ കറങ്ങുന്നില്ല. എന്താ ഇതിനർത്ഥം? എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. മനുഷ്യൻ ആലോചിച്ചാൽ പിടികിട്ടുമോ? കർത്താവേ, അങ്ങാണ് ഈ ഫാൻ, ഇപ്പോൾ കറങ്ങാത്ത ഫാൻ കാണിച്ചു തന്നത് എങ്കിൽ ഇതൊരു ദർശനമാണ്, ഒരു പ്രതീകമാണ്, ഒരടയാളമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് പറഞ്ഞു തരണമേ. സ്തുതിക്കണം. സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് കിട്ടാത്തത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു തന്നു, എല്ലാം ഉണ്ട്, എന്നാൽ ഒരാശ്വാസം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഫാനില്ലെങ്കിൽ ആ ഫാൻ അങ്ങ് ഓഫ് ചെയ്താൽ വല്ല ആശ്വാസമുണ്ടോ? ഇത് മാനുഷികം, ഭൗതികം. അപ്പോൾ കർത്താവ് പറഞ്ഞു തന്നു, അവൾക്കെല്ലാം ഉണ്ട്, പക്ഷേ ആശ്വാസമില്ല. സമ്പത്തുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷേ ആശ്വാസമില്ല. ശരിയാ ബ്രദറെ, ഉണ്ടോ? ഇതാണ് അർത്ഥം. അപ്പോൾ ദർശനമുണ്ടാകും. പ്രാർത്ഥനാ സ്ഥിരതയില്ലെങ്കിലോ? ഇന്നലെ വരെ എനിക്ക് ദർശനം ഉണ്ടായിരുന്നു, കർത്താവ് പലതും കാണിച്ചു തരുമായിരുന്നു, എൻ്റെ വ്യാഖ്യാനം തരുമായിരുന്നു. ഇന്ന് എനിക്ക് പ്രാർത്ഥനയില്ല എങ്കിൽ തീർന്നുപോയി. മനസ്സിലായോ? അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, പണ്ടൊക്കെ ഈശോയെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ദർശനമുണ്ട്, ദൈവാനുഭവമുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. കാരണം എന്താണ്? പ്രാർത്ഥനാ സ്ഥിരതയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടെ കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവാനുഭവമുണ്ട്, ദർശനമുണ്ട്. ഞാൻ ഒരിക്കൽ, കർത്താവ് തൊടുപുഴ വണ്ണപ്പുറമാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഈശോ ഞങ്ങൾക്ക് ഭൂമി തന്നത് കുറ്റിക്കാടാണ്. ഭൂമി തന്നു. അവിടെ വീട് പണിയാൻ വേണ്ടി ആദ്യമേ എന്ത് ചെയ്യും? കിണർ കുത്തും. ഞങ്ങൾ 3-4 വീട് പോട്ട ആശ്രമത്തിൽ നിന്ന് ഭൂമി തന്നതാണ് വീടിന്. അപ്പോൾ പോട്ട ആശ്രമത്തിൽ നിന്ന് തന്നെ കിണർ കുത്തി തന്നു. 40,000 രൂപയ്ക്ക് പാറ പൊട്ടിച്ചിട്ടും വെള്ളമില്ല. അവർ പറഞ്ഞു, ഇവിടെ വെള്ളമില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. ഒരു പൊട്ടക്കിണർ കിട്ടി. വീട് പണിയാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഈ മരുഭൂമിയിൽ എന്തിനാണ്, വെള്ളമില്ലാത്തടത്ത് എന്തിനാണ് എനിക്ക് ഈ ഭൂമി തന്നേ? ചോദിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ പരാതി പറയുന്നവരല്ലേ. ഈശോയെ, നിനക്കറിയാമല്ലോ, നീ അറിഞ്ഞല്ലേ ആശ്രമത്തിലെ വൈദികനിലൂടെ ഭൂമി തന്നത്, ഇനി വെള്ളത്തിനെ എന്ത് ചെയ്യും? വീട് പണി ആരംഭിക്കാം എന്ന് കരുതി. ഈശോയെ, കരുണയായിരിക്കണമേ. ഈ അവസ്ഥ സമർപ്പിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച തന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ കാണുകയാണ്, എൻ്റെ വീടിനടുത്തുള്ള റോഡ് എൻ്റെ മനസ്സിലൂടെ ഓടുന്നു. ആ റോഡ് പോയി റോഡിൻ്റെ സൈഡിലുള്ളൊരു വലിയ കൃഷി ആവശ്യത്തിന് അടിച്ചു കൊടുക്കുന്ന വലിയ പൈപ്പ് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇത് പൈപ്പല്ലേ, ഇതെവിടെയാണ് കർത്താവേ, എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അപ്പോഴേ അതിലൂടെ എന്ന് പറഞ്ഞ് വെള്ളം കുതിച്ച് വരുന്നു. വെള്ളം വരുന്നുണ്ട്.
വെള്ളം വന്നിട്ടോ ഈ റോഡ് സൈഡിൽ കൂടെ വന്ന് ഈ പൊട്ടക്കിണറിലെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പൈപ്പ് ആരുടെയാണെന്ന് അന്വേഷിക്കണം, അത് കണ്ടെത്തി വെള്ളം അടിച്ച് തരാമോ എന്ന് ചോദിക്കണം, ആ വെള്ളം ഈ കിണറ്റിൽ വീഴ്ത്തണം, എന്നിട്ട് വീട് പണിയണം. ഉണ്ടോ? കർത്താവ് കാണിച്ചു തന്നു. ദിവ്യാനുഭൂതിയിൽ ദർശനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്വേഷിച്ചു എന്നതിൻ്റെ ആളോട് സംസാരിച്ചു. ആൾ വെള്ളം അടിച്ചു തന്നു. ഈ പൊട്ടക്കിണറ്റിൽ പാറ ഉള്ള കിണറ്റിൽ വെള്ളം നിർത്തി. എന്നിട്ട് ആ വെള്ളം കൊണ്ട് വീട് പണിതു. വീട് പണി കഴിഞ്ഞ് താമസം തുടങ്ങാറായപ്പോഴേക്കും കർത്താവ് ഉൾപ്രേരണ തന്നു. അതിനനുസരിച്ച് ഒരിടത്ത് കിണർ കുത്തി. അതിൽ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നു. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമേ കിണർ കുത്തിയാൽ പോരായിരുന്നോ? അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയും ദർശനവും പ്രാർത്ഥനാ സ്ഥിരതയുണ്ട്, കിട്ടുമോ? ഞാനപ്പോൾ ഇത്തിരി കൂടി കർത്താവിനോട് ചേർന്ന് നിന്നു. ഓ കർത്താവേ, നീ എൻ്റെ പ്രയാസങ്ങളൊക്കെ അറിയുന്നു, നീ എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാനെന്തിനു പേടിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അപ്പോസ്തല പ്രവർത്തനം 11:7 തിരുവാക്യം പത്രോസ് ലേഖ പറയുകയാണ്, എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, എന്നോട് സംസാരിക്കുന്ന സ്വരം കേട്ടു. അപ്പോൾ പ്രാർത്ഥനാ സ്ഥിരത ഉള്ള വ്യക്തിക്ക് ദൈവസ്വരം കേട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? നമുക്ക് തോന്നും കൊന്തയല്ലി പ്രാർത്ഥിക്കാം, വചനം വായിച്ച് പ്രാർത്ഥിക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതുകൊണ്ട് എല്ലാം എണ്ണിപ്പറക്കി അമ്മ വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ഇതൊക്കെ എൻ്റെ ഇഷ്ടം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നോട് സംസാരിക്കണമേ, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ ബോധ്യം തരും, കർത്താവ് ഉള്ളിൽ പ്രേരണ തരും. ഹല്ലേലൂയ. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. ഞാനൊരിക്കൽ പോട്ടയാശ്രമത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് അന്ന് ഞാൻ വാടകയ്ക്ക് അന്നനാടാണ് താമസം, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി, എന്നിട്ട് ഞാൻ വീട്ടിലേക്കുള്ള ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരത്തെ എൻ്റെ ഉള്ളിലൊരു സ്വരം അപ്പോൾ ഇപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഉള്ളിൽ ഹൃദയം വീട് പോലും അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിലൊരു സ്വരം, നേരെ മുന്നോട്ട് പോവുക, പള്ളിയിലേക്ക് പോവുക. ഞാൻ നേരെ മുന്നോട്ട്, എന്നാൽ തിരിഞ്ഞു പോകാൻ നേരത്തെ എൻ്റെ ഉള്ളിൽ സ്വരം കേൾക്കുകയാണ്, നേരെ മുന്നോട്ട് പോവുക, പള്ളിയിലേക്ക് പോവുക. ഞാനപ്പോൾ പറഞ്ഞു, ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത്? ആശ്രമത്തിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞു, രാവിലെ ബലിയർപ്പിച്ചു, ആരാധനയിൽ പങ്കെടുത്തു, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം. മാനുഷിക ചിന്ത. അപ്പോൾ ദൈവസ്വരത്തെ ഞാൻ അവഗണിക്കുക. അപ്പോൾ വീണ്ടും ശക്തമായ സ്വരം, മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. ഞാൻ ഉടനെ ശരി കർത്താവേ എന്നും പറഞ്ഞ് മുന്നോട്ട് പോയി. അവിടെ അന്നനാട് പള്ളിയുടെ മുമ്പിൽ ഒരു ചെറിയ ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ മുന്നിൽ ഒരു വ്യക്തി സാഷ്ടാംഗം വീണ് കിടന്ന് എണ്ണിപ്പറക്കി കരഞ്ഞ് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആളുടെ അടുത്ത് പോയി നോക്കി നിന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും സ്വരം, അവനോട് സംസാരിക്കുക, അവനോട് സംസാരിക്കുക. ഞാനപ്പോൾ മൊരടനക്കി. പെട്ടെന്ന് ആൾ ഞെട്ടി എഴുന്നേറ്റു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കണ്ണീരൊക്കെ തുടച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആളെ കയ്യിൽ ചേർത്ത് പിടിച്ചു. സഹോദരൻ, എന്ത് പറ്റി? എന്താ വല്ലാത്ത വിഷമമുണ്ടല്ലോ, എന്തിനാ കരഞ്ഞത്? ഈശോയുടെ മുമ്പിലല്ലേ പ്രാർത്ഥന, ഈശോ കേട്ടിട്ടുണ്ട്, എന്താ വിഷമം? വാ നമുക്കിവിടെ ഇരിക്കാം. ഞാൻ പള്ളി കോമ്പൗണ്ടിലേക്ക് മോനെ വിളിച്ച് കയറ്റി, പ്രായമുണ്ട്, ആ വ്യക്തിയെ വിളിച്ച് കയറ്റി ഞങ്ങളൊരിടത്തിരുന്നു. എന്താ വിഷമം? ആളൊന്നും മിണ്ടല്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ സ്വരം, പോക്കറ്റിൽ വിഷമുണ്ട്, അവൻ മരിക്കാൻ പോകുന്നു, പോക്കറ്റിൽ വിഷമുണ്ട്, അവൻ മരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഓ അവസാന പ്രാർത്ഥനയാണില്ലേ, മരിക്കാൻ പോവുകയാണില്ലേ, നിനക്ക് വേണ്ടി ഈശോ മരിച്ചിട്ടുണ്ട്, നീ ഇനി അവന് വേണ്ടി ജീവിച്ചാൽ മതി, നിന്റെ കാര്യം ഈശോ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടനെ വിതുമ്പിക്കരഞ്ഞു ആൾ വീണ്ടും. എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മോളെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കെട്ടിയോൻ മോളുടെ ഭർത്താവെന്നും പണം കൊടുക്കാനുണ്ട്, സ്ത്രീധനം, അതിന് ബഹളമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ 5 സെൻറ്റും ചെറിയ ചെറ്റക്കുടലും വിറ്റിട്ട് മോൾക്ക് കൊണ്ടുപോയി പണം കൊടുത്തു. ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല,
ഇപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരും. ഞാൻ ഇത്തിരി വിഷം കരുതിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി ചാലക്കുടി പുഴയുടെ തീരത്ത് എവിടെയെങ്കിലും ഇത് കഴിച്ച് മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവസാനമായി അത് ഈശോയോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഈശോയുടെ മോനെ എന്നുള്ള രീതിയിലാണ്, എന്നിലും പ്രായമുള്ള അപ്പച്ചനാന്ന്. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, നീ മരിക്കരുത്, നിനക്ക് വേണ്ടി മരിച്ച് ഈശോ നിന്നെ സഹായിക്കും. ഒരു കാര്യം ചെയ്യും, ഏതായാലും മരിക്കാൻ പോവല്ലേ, ഭാര്യ ഇങ്ങ് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ധ്യാനിക്കുക. ക്രിസ്ത്യാനികളാ, അതുവരെ ധ്യാനം കൂടിയിട്ടില്ല. കൊള്ളാം അല്ലേ? ഞാൻ അവരെ ചുരുക്കി പറയട്ടെ, ഡിവൈനിൽ രണ്ടുപേരെയും ധ്യാനത്തിന് കയറ്റിവിട്ടു. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുക, ഈ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരിക. ധ്യാനം കഴിഞ്ഞു. ഒരു പ്രത്യാശ കിട്ടി, ആശ്വാസം കിട്ടി, സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. ആള് പോരുകയാണ്, തിരിച്ച് നടന്ന് പോരുകയാണ്. നടന്ന് അന്നനാടിന് ചാലക്കുടിയിൽ നിന്ന് നടന്നു പോരുന്നു. പോരുന്ന വഴി വലിയൊരു ബംഗ്ലാവ് പണിയോ അവിടെ. ആ വീടിൻ്റെ മുമ്പിൽ ഈ ചേട്ടൻ ഈ ബംഗ്ലാവ് നോക്കി ഇങ്ങനെ നിൽക്കുക. ഉള്ളിലെ ചിന്ത, ഒരു കൊച്ചു കൂരയെങ്കിലും, 2 സെൻറ്റ് ഭൂമി ഒരു കൂരയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഇതാണ് ചിന്ത. അപ്പോൾ ഇതിൻ്റെ ഓണർ ആ മുറ്റത്ത് നിന്നിട്ട് കൈ കൊട്ടി ചോദിച്ചു, എന്തേ? പറഞ്ഞു, ഒന്നുമല്ല, ഇങ്ങ് വാ. രണ്ടുപേരും കൂടെ അങ്ങ് ചെന്നു. നിങ്ങളിവിടെ കണ്ടുപരിചയമില്ലല്ലോ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ മുതലാളിയോട് ഈ വ്യക്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിഷമിക്കണ്ട, കർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ദേ ഒരു കുഞ്ഞ് ബിസിനസ്, ചാലക്കുടി മാർക്കറ്റിൽ പോയി കുറച്ച് ചായപ്പൊടി മേടിക്കുക, പ്ലാസ്റ്റിക് കവറിലാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽപ്പന നടത്തുക. എവിടെ താമസിക്കൂല്ലേ? നോക്കി, ദേ ചായ്പ് ഉണ്ടോ, അതിൻ്റെ അകത്ത് നിങ്ങൾ താമസിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാനും കർത്താവിനെ അറിഞ്ഞവനാ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവിടെ താമസം ആരംഭിച്ചു. ആ വ്യക്തി കുറച്ച് പണം കൊടുത്തു. അന്ന് 500 രൂപ മറ്റേ കൊടുത്തേ. അതുകൊണ്ട് ചായപ്പൊടി വാങ്ങി വിൽപ്പന നടത്തി. തെരുതെരെ വിൽപ്പന പുരോഗതിയിലേക്ക്. ഇന്ന് അവർക്ക് അന്നനാട് ഒരു വീടുണ്ട്, 2 ഓട്ടോറിക്ഷയുണ്ട്. സന്തോഷമായി കർത്താവിനെ സ്തുതിച്ച് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജീവിതം പലതും പ്രതികൂലമായ അവസ്ഥയിൽ ഹൃദയം തകർന്നിരിക്കുകയാണെങ്കിലും കർത്താവ് നമ്മളെ കാണുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ മക്കളുടെ ആത്മരക്ഷാ പാതയൊരുക്കുവാൻ ദൈവാനുഭവമുള്ള, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് എന്നെ ഉപയോഗിച്ചു. എന്തുകൊണ്ട്? പ്രാർത്ഥനാ സ്ഥിരതയുള്ളത് കൊണ്ട്. പ്രാർത്ഥനാ സ്ഥിരതയുണ്ടായിരുന്നു. ദൈവസ്വരം കേട്ടു, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. ആ 2 ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റി. അവർക്കൊരു ജീവിതമുണ്ടായി. നമുക്ക് ചുറ്റും തളർന്ന് കിടക്കുന്നവരില്ലേ? തൊട്ട് അയൽവക്കത്തേക്ക് പോയി ഈശോയെക്കുറിച്ച് പറയാറുണ്ടോ? ഇങ്ങനെ തകർന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോകാറുണ്ടോ? തളർന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോകാറുണ്ടോ? പ്രാർത്ഥനാസ്ഥിരതയുള്ളവർക്കേ പോകാൻ പറ്റൂ. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനാസ്ഥിരത അനിവാര്യമാണ്. ദൈവസ്വരം കേട്ട് മുന്നോട്ട് പോകാം. ഇനി അപ്പോസ്തല പ്രവർത്തനം 11:12 വാക്യം, മറ്റൊരു ബോധ്യം കർത്താവ് തരുന്നു. യാതൊരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകുവാൻ എനിക്ക് ആത്മാവിൻ്റെ പ്രേരണയുണ്ടായി, നിർദ്ദേശമുണ്ടായി. പത്രോസ്ലീഹ പറയുകയാണ്. പത്രോസ്ലീഹായെ കൂട്ടിക്കൊണ്ടുപോകാൻ 1-2 പേര് വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളോടൊപ്പം വരിക, വചനം പറയാൻ വരിക. അപ്പോൾ വെറുതെ ചാടി ഇറങ്ങി പുറപ്പെടില്ല പത്രോസ്ലീഹ. അപ്പോൾ പത്രോസ്ലീഹ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം സംസാരിച്ചു. എന്താണ്? പോവുക, യാതൊരു സന്ദേഹവും കൂടാതെ, ഒരു സംശയമില്ലാതെ അവരോടൊപ്പം പോകുവാൻ ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി. ഹല്ലേലൂയ. നമുക്കിന്ന് പല കാര്യങ്ങളിലും സന്ദേഹമാണ്, സംശയമാണ്, അല്ലേ? അതുകൊണ്ടാണ് അച്ഛന്മാരോട് പറയുക, അച്ഛോ ഈ കല്യാണം ഉറപ്പിക്കണമോ? അമ്മേ, കന്യാശ്രീ അമ്മേ, ഈ ജോലിക്ക് പോകണമോ? അല്ലേ? എന്താണ് ചെയ്യേണ്ടത്?
സംശയമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പുറകെ ഓടുക. നമ്മൾ കർത്താവിൻ്റെ പുറകെയാണ് ഓടേണ്ടത്. ദൈവപുരുഷന്മാർ നമ്മളെ കാലാകാലങ്ങൾ ഒരുക്കുമെന്നുള്ളത് സത്യം തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാ സ്ഥിരതയുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ കർത്താവിന് സമർപ്പിക്കുവാനും കർത്താവിനോട് ആലോചന തേടുവാനും, ആലോചന തേടി ദൈവസ്വരം കേട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കാര്യമാണോ? നല്ല കാര്യമാണോ? അതെ, കാര്യമൊക്കെ നല്ലതാ. അതിനെന്ത് വേണം? പ്രാർത്ഥനാസ്ഥിരത വേണം. അപ്പം 3 കാര്യങ്ങൾ നമ്മളിവിടെ കേട്ടു. 1, ദൈവാനുഭവമുണ്ട്, ദർശനമുണ്ട്. 2, ദൈവസ്വരം കേൾക്കാം. 3, നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, എൻ്റെ മോള്, ഈശോ തന്ന മോള്, അവൾ പഠിപ്പിക്കുകയാണ്. SLC കഴിഞ്ഞു, +2 കഴിഞ്ഞപ്പോൾ പഞ്ചാബിലെ സിസ്റ്റേഴ്സ്, പരിചയമുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞു, അവളെ ഇങ്ങ് വിട്ടു തരിക, ഞങ്ങൾ അവളെ പഠിപ്പിച്ചോളാം, ഒന്നും അറിയണ്ട. അപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈശോയെ നോ, വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ മോൾ പറഞ്ഞു, എനിക്ക് TTCക്ക് പോയാൽ മതി, ഡിഗ്രി ഞാൻ തന്നെ എഴുതിയെടുത്തോളാം. ഈശോയ്ക്ക് സമർപ്പിച്ചു. ഈശോയെ കുർബാനയിൽ സമർപ്പിച്ചു. 2-3 ദിവസം കുർബാനയിൽ സമർപ്പിച്ചു, ജപമാല ചൊല്ലി കുർബാനയിൽ സമർപ്പിച്ചു. തീരുമാനത്തിനെ കാത്തിരുന്നു. കർത്താവ് പറഞ്ഞു യെസ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ചായി ബോട്ടാശ്രമത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് അച്ചായിയുടെ കൂടെ ചാലക്കുടിയിൽ വന്ന് പഠിക്കാൻ, ചാലക്കുടി TTIയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണം. നീ അമ്മയോട് പറഞ്ഞു. അവൾ അമ്മയോട് പറഞ്ഞു, ചാലക്കുടി TTCയിൽ തന്നെ, ഗവൺമെൻറ് TTCയിൽ അഡ്മിഷൻ കിട്ടി. ഹല്ലേലൂയ. അവൾ പഠിച്ചു. പഠനത്തോടൊപ്പം അവൾ ഡിഗ്രി പ്രൈവറ്റായി എഴുതിയെടുത്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുറ്റിക്കാട് സ്കൂളിൽ, എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിൽ, നിങ്ങൾക്കറിയാലോ കുറ്റിക്കാട് എടുത്ത്, അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മോളെ വിവാഹം കഴിച്ച് കൊടുത്തിരിക്കുന്നത് കൊടുങ്ങ ഇടവകയിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൊടുങ്ങപ്പള്ളിയിലെ കൊയറിൽ പാടുന്ന ഡിക്സനാണ് അവളുടെ ഭർത്താവ്. പ്രാർത്ഥിച്ചു, മദ്യപാനോ പുകവലിയോ സംശയമോ ഒന്നുമില്ലാത്തൊരു മകനെ എനിക്ക് തരണം. വിദേശത്ത് നിന്ന് ആലോചന വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, മോളെ കൊണ്ടുപോകാം. ഈശോ പറഞ്ഞു വേണ്ട. അപ്പോൾ പറഞ്ഞു, ഒരു സാധാരണ പയ്യൻ മതി. ഞാൻ വിളിച്ചാൽ, ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളൂ, വിളിച്ചാൽ ഓടി വരുന്ന പയ്യൻ മതി. സമ്പത്ത് വേണ്ട, വിശ്വാസം മതി, പ്രാർത്ഥന മതി, ബാക്കിയൊക്കെ ഈശോ തന്നോളും. അതെ, അങ്ങനെ ഒരു പയ്യനെ, ദുശീലങ്ങളില്ലാത്ത പയ്യനെ, പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്ത പയ്യനെ, എന്ന് പറഞ്ഞാൽ പള്ളിയായിട്ട് സഹകരിച്ചു പോകുന്ന മകനെ കർത്താവ് തന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം. 3 മക്കൾ ഇപ്പോൾ എൻ്റെ മോൾക്കുണ്ട്. നീ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മോൾക്ക് കുഞ്ഞുങ്ങളെ വേണം. 3 മക്കൾ, 8 വയസ്സുകാരി, 5 വയസ്സുകാരൻ, 3 വയസ്സുകാരൻ. ഇപ്പം 3 എണ്ണം ഉണ്ട്. 4ാമത് അവൾ പ്രഗ്നൻ്റ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, ഒരു സഹനം ഇടയ്ക്ക് കിട്ടി. അവളുടെ തൊണ്ടയിലൊരു മുഴ, ഒരു തടിപ്പ്. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഇതെന്താ വച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അറിയില്ല അച്ചായി. ഞാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ തൊണ്ടയിൽ മുഴ, ഗ്രോയിറ്റർ ഗ്രന്ഥിയിൽ ക്യാൻസർ. കൊള്ളാം, കർത്താവ് ഒരു സമ്മാനം തന്നു. നന്ദി പറയാൻ തുടങ്ങി. നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ, തൊണ്ടയിലെ മുഴ നീക്കം ചെയ്തു. പിന്നീടുള്ള ടെസ്റ്റിൽ ക്യാൻസറിൻ്റെ അംശം പോലും ശരീരത്തിലില്ല. ഹല്ലേലൂയ. ഈ തൊണ്ടയിലെ ഈ ഗ്രന്ഥിയാണ് നമുക്ക് വേണ്ട കാൽസ്യം തരുന്നത്. ഇപ്പോൾ ഭക്ഷണത്തിൽ പിന്നോട്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ ഒരുപക്ഷേ ശരീരത്തിന് വിറയലുണ്ടാകും. കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അതെല്ലാം ഈശോ ക്രമീകരിച്ചു. ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രഗ്നൻ്റ് ആവരുത്. മക്കളെ വേണമെന്ന് അവരും ഞങ്ങളും ആഗ്രഹിച്ചു. 4ാമത് പ്രഗ്നൻ്റാ. കർത്താവ് പരിപാലിക്കും. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? കൊച്ചുമക്കളോട് പറയൂ, എടി എനിക്ക് നോക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് 1 മതി. മക്കളുണ്ടാകണം. മക്കളോട് പറയണം, മരുമക്കളോട് പറയണം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കുഞ്ഞും ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ സന്തോഷം കൊച്ചുമക്കളാണ്. അവർ ഓടിക്കളിക്കുന്നതും ചാടിക്കളിക്കുന്നതും, ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ തള്ളപ്പൂച്ചയുടെ മേലെ കയറി കളിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ?
അതുപോലെ ഈ മക്കൾ നമുക്കൊരു സമ്പത്താണ്, അനുഗ്രഹമാണ്. ഓരോ കുഞ്ഞും വരുന്നത് വലിയ അനുഗ്രഹങ്ങളുമായിട്ടാണ് തിരിച്ചറിഞ്ഞിരിക്കുക ഞങ്ങൾ. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ വേണ്ട എന്നും പറഞ്ഞ് നശിപ്പിക്കുമ്പോൾ കുടുംബത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളാണ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. ഓർത്തോണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിലർ ഓർക്കും. അനുഗ്രഹങ്ങളില്ല, അഭിഷേകമില്ല, കാരണം വേണ്ട, നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് അനുഗ്രഹം ബ്ലോക്ക്. ഇനി സ്വർഗം തുറക്കണമെങ്കിൽ ആഴത്തിൽ അനുദപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധിയിലേക്ക് വീണ്ടും വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 3:12 കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്റെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു. 1 പത്രോസ് 3:12 നീതിമാന്മാരുടെ നേരെ നോക്കിയിരിക്കുന്ന കർത്താവ്, അവരുടെ പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കുന്ന കർത്താവ്. അതുകൊണ്ട് വിശ്വാസിയായിരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, പരസ്നേഹിയായിരിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഒരു തിരുവചനം കൂടി കർത്താവ് തരുന്നു. യൂദാശ്ലീഹ 1:20 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നത് മാനുഷിക പ്രാർത്ഥനയിലൂടെയല്ല, പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പവിത്രമായ വിശ്വാസത്തിൽ വളരാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഓരോ ദിവസവും അരൂപിയിൽ നിറഞ്ഞ് മുന്നോട്ട് പോകണം. പറമ്പിലച്ചൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ബോധ്യം, ഓരോ ദിവസവും ചുരുങ്ങിയത് 70 മിനിറ്റെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുകയും എന്നിട്ട് ആത്മാ അഭിഷേകത്തിന് വേണ്ടി, പ്രാർത്ഥനാ സ്ഥിരതയ്ക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, കൃപ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ അഭിഷേകം, ശക്തി അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം, വചന അഭിഷേകം, തിരുരക്ത അഭിഷേകം യേശു നാമത്തിൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, ആത്മാഭിഷേകം നൽകണമേ, ഭൗതിക നന്മകൾ വർഷിക്കണമേ, ശാരീരിക സൗഖ്യം നൽകണമേ, വിട്ടുകളിൽ നിന്നും മുക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.